ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് യേശു ദൈവമാണ് എന്ന വിഷയത്തെ പറ്റിയാണ്. ചില മത നേതാക്കന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്: യേശു ദൈവമല്ല, പ്രവാചകനാണ്. അതിന് കാരണമായി അവർ പറയുന്നത് യേശു നേരിട്ട് താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, യേശുവിൻ്റെ ശിഷ്യന്മാരും പ്രവാചകന്മാരും ഒക്കെയാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു ഇപ്രകാരം പ്രത്യക്ഷമായോ പരോക്ഷമായോ താൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനത്തില് 10 കുഷ്ഠരോഗികൾ യേശുവിനോട് സൗഖ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതരെ കാണിക്കുവിൻ. അങ്ങനെ അവർ പോകുന്ന വഴി 10 പേരും സൗഖ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് യേശു പുരോഹിതരെ കാണിക്കുവാൻ പറഞ്ഞത്? പഴയ നിയമത്തില് ഇങ്ങനെയൊരു വ്യവസ്ഥയുണ്ട്: കുഷ്ഠരോഗമുണ്ടാകുമ്പോഴും കുഷ്ഠരോഗം സൗഖ്യപ്പെടുമ്പോഴും പുരോഹിതരെ കാണിക്കണം, പുരോഹിതന് സാക്ഷ്യപ്പെടുത്തണം എന്നൊരു വ്യവസ്ഥയുണ്ട്. അത് പ്രകാരമാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഈ 10 പേര് സൗഖ്യപ്പെട്ടപ്പോൾ ഒരാൾ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് തിരികെ വന്ന് യേശുവിനെ പ്രണമിച്ച് നന്ദി പറഞ്ഞു. അപ്പോൾ യേശു ഇയാളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നിങ്ങൾ 10 പേരല്ലേ സൗഖ്യപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? സൗഖ്യപ്പെട്ട ഒരാൾ സമരിയക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്നെ ശ്രവിക്കുന്നവരോട്: ഈ 9 പേരും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. അവർ പുരോഹിതരെ കാണിച്ചു, ദേവാലയത്തിൽ പ്രവേശിച്ചു, അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ തിരികെ വന്ന് യേശുവിന് നന്ദി പറയാത്തത് എന്തുകൊണ്ടാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനത്തിൽ കേസറിയ ഫിലിപ്പി പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുക? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു സ്നാപകയോഹന്നാനാണ്, ചിലർ ഏലിയായാണെന്ന് പറയുന്നു, മറ്റു ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 9 കുഷ്ഠരോഗികളും സൗഖ്യപ്പെട്ടപ്പോൾ തിരികെ വന്ന് യേശുവിനോട് നന്ദി പറയാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം യേശുവിനെ അവർ കണ്ടത് ഒരു പ്രവാചകനായിട്ട് മാത്രമാണ്, ദൈവമായിട്ടല്ല. അവര് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ വിജാതീയനായ മനുഷ്യൻ യേശുവിനെ ദൈവമായി കണ്ടു. അവൻ തിരികെ വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. യേശുവിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ട്, സൗഖ്യം വാങ്ങുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെ ദൈവമായിട്ടാണോ കാണുന്നത്? അതോ വെറും ഒരു പ്രവാചകന്റെ സ്ഥാനത്താണോ യേശുവിനെ കാണുന്നത്? നമുക്കത് വ്യക്തിപരമായിട്ടൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ യേശുവിനെ പറ്റി പറയുന്നു. പ്രവചനമുണ്ട്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അവിടെ യേശു ശക്തനായ ദൈവം എന്ന് വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 10-ഉം 11-ഉം തിരുവചനം: യേശു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കുന്ന സമയത്ത് യൂദയായിലെ വയലുകളിൽ രാത്രികാലങ്ങളിൽ ആടുകളെ കാത്തിരുന്ന ഇടയന്മാരുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള
വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിന്റെ ജനനത്തെ പറ്റി മാലാഖ ആട്ടിടയന്മാരെ അറിയിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. വളരെ വ്യക്തമായിട്ട് ദൈവം തന്നെയായ ഏകജാതനെന്ന് സുവിശേഷകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു ദൈവമാണ്. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയുവാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 5-ാം തിരുവചനത്തില് യേശുവിന്റെ ദൈവത്വത്തെ പറ്റി വീണ്ടും പറയുന്നുണ്ട്. യേശു താൻ ദൈവപുത്രനാണ് എന്ന് യഹൂദരോട് പറഞ്ഞപ്പോൾ അവര് പലപ്പോഴും യേശുവിനെ കുറ്റം വിധിക്കുന്നുണ്ട്. യേശുവിനെ കല്ലെറിയുവാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34-35 തിരുവചനം, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വരുന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. മനുഷ്യരെ ദൈവങ്ങളെന്ന് വിളിക്കണമെങ്കിൽ സങ്കീർത്തന പുസ്തകത്തിലെ 86:2 ഈ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ്, അത്യുന്നതന്റെ പുത്രന്മാരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതത്തില് യേശു ദൈവമാണെന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ഈ ദൈവത്വത്തെ ഏറ്റുപറയുവാന് നമുക്ക് കടമയുണ്ട്. ഈ കടമയനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളോടും യേശുവാണ് ദൈവമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനും അതുവഴി അവർ യേശുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുവാനും അതിന് വളരെയധികം ശ്രമിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് സത്യദൈവമാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ പുത്രനായ ശക്തനായ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ ദൈവമാണെന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ജനതകളും അറിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ കൃപയാൽ ഈ ലോകം മുഴുവനെയും നിറയ്ക്കണമേ. അവിടുത്തെ സമാധാനം ഈ ലോകത്തിലുള്ള സകലർക്കും ഉണ്ടാകുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.